അമ്മയും നാരായണ ഇന്ന് ഞായറാഴ്ചയായിരുന്നു. നേരെ എന്താണ് പുന്നയ്ക്കൽ ദേവീ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. രാവിലെ 10:55 തൊഴാൻ പോയത്. ആ സമയത്ത് എന്തിനാണെന്നുള്ള കാര്യം ഞാൻ പറയാം. ഇന്ന് അവിടെ ഉത്സവമാണ്. ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ്. അത് പിന്നീട് പറയാം. അപ്പം ഞാൻ അവിടെ എത്തിയപ്പം ഫ്രണ്ടിൽ തന്നെ പറയൊക്കെ ഇടുന്നുണ്ട്. ഞാൻ പറയിട്ടിട്ടില്ല. ഞാൻ തൊഴുതിട്ട് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് പറയൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം ഞാൻ നടന്നു പോയപ്പോഴത്തേക്ക് അവിടെ ഏറ്റവും കൂടുതൽ വെയിലുള്ള സമയമല്ലേ, ആ സമയമാകുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഇഷ്ടം പോലെ സംഭാരം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുക. വെറും വെള്ളമൊന്നുമില്ല, നല്ല സൂപ്പർ രീതിയിൽ സംഭാരം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് കുറച്ചും കൂടെ നടന്നപ്പോൾ ഇവിടെ അന്നദാനത്തിൻ്റെ അവിടെ കൗണ്ടർ തുറന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാനും എല്ലാവരും കൂടെ ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ ഭക്ഷണം നേരെ പോയി വാങ്ങിച്ചിട്ട് ഞാനെടുത്ത് കഴിച്ചു. ഭക്ഷണത്തിൻ്റെ ഒപ്പം അല്ലായിരുന്നു കേട്ടോ പായസം വരുന്നത്, അത് പിന്നീടാണേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ഇവരെ 2 വ്യക്തികളെ കണ്ടതാണ്. പണ്ട് പേരണ്ടൂർ ചേച്ചിയുടെ വീട്ടിലുള്ളപ്പം അവരുടെ നൈബറാണ്. അപ്പോൾ അവരെ കണ്ടപ്പം ഭയങ്കരമായിട്ട് ഞാൻ സന്തോഷിച്ചു. ചേച്ചിയുടെ കാര്യവും എല്ലാം അവർ ആ സമയത്തിനുള്ളിൽ ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നത്തെ അവരെ കണ്ടതിൽ. അത് കഴിഞ്ഞിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മൾ പ്രസാദം, ഇന്ന് ജന്മനാളെന്നുള്ളൊരു സംഭവമാണ്. ഇന്ന് എൻ്റെ പിറന്നാളാണ്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് നല്ല കട്ട പായസമൊക്കെ കൊണ്ടുവന്നത് ആ തുറന്ന് നോക്കുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ടാവും. നിങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൊതി തോന്നുന്നില്ലേ? അപ്പം നല്ല കറുത്ത പായസമൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിരിക്കുന്നുണ്ടോ. അതൊക്കെ നന്നായി കഴിച്ചിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ പിറന്നാൾ ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ പടം നിങ്ങൾ കണ്ടില്ലെങ്കിൽ എൻ്റെ പിറന്നാൾ എന്താകും? ഓക്കെ, ബൈ ബൈ.